കാലാകാലങ്ങളായി പായൽ പിടിച്ചുകിടന്ന കോഴിക്കോട് പേരാമ്പ്രയിലെ 300 ഏക്കർ പാടശേഖരം കൃഷിയോഗ്യമാക്കി CPIM. 15 വർഷത്തിന് ശേഷമാണ് ഈ പാടത്ത് കൃഷി ഇറക്കുന്നത്. വിത്തുവിതച്ചിട്ട് കൊയ്തിടാനായി വേഗം പോരന്റെ കുഞ്ഞിപ്പെണ്ണേ. ഞാട്ടിപ്പാട്ടിന്റെ താളത്തോടെയാണ് ആവളപ്പാണ്ടി ഉൾപ്പെടുന്ന പ്രദേശത്തിന് പുതിയ ജീവൻ പകർന്നു നൽകിയത്. 15 കൊല്ലത്തിനു ശേഷമാണ് ഇവിടെ കൃഷി ഇറക്കുന്നത്. നേരത്തെ ആവളപ്പാണ്ടിയിലെ വയലിൽ ഇറങ്ങിയാൽ രോഗം വരുമെന്നും വിഷം തീണ്ടിയ മണ്ണാണെന്നും ആരോ പറഞ്ഞു പരത്തിയിരുന്നു. ഇതോടെ ആ ഭൂമിയെ ഭയത്തോടെ മാത്രമാണ് ഇവിടുത്തുകാർ നോക്കിക്കണ്ടിരുന്നത്. ഇപ്പോൾ CPIM പേരാമ്പ്ര ചെറുവണ്ണൂർ ലോക്കൽ കമ്മിറ്റി 5000 പേരുടെ സന്നദ്ധ പ്രവർത്തനത്തോടെയാണ് ആവളപ്പാണ്ടി ഉൾപ്പെടുന്ന പ്രദേശത്തെ ആഫ്രിക്കൻ പായൽ നീക്കി കൃഷിയോഗ്യമാക്കിയിരിക്കുന്നത്. ആവളപ്പാണ്ടി ഏതാണ്ട് 300 ഏക്കറാണ് ഇപ്പോൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ 300 ഏക്കറും ഈ വർഷം കൃഷി ഇറക്കും. ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. എല്ലാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പായൽ നീക്കം ചെയ്ത് സ്ഥലം കാർഷിക പച്ചപ്പ് അണിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ ഗ്രാമം പുതിയൊരു ഭൂമിയെയും പുതിയൊരു കാലത്തെയും സ്വപ്നം കാണുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. നിയമങ്ങളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി ഇടുക്കി വാഗമണിൽ റിസോർട്ട് നിർമ്മാണം. വൻതോതിൽ മലകളും കുന്നുകളും ഇടിച്ചു നിരത്തിയുള്ള നിർമ്മാണ പ്രവർത്തനം തടയാൻ നടപടിയില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ റിസോർട്ട് മാഫിയകൾ ഇടിച്ചു നിരത്തിയത് 10ഓളം കുന്നുകൾ. പ്രകൃതി രമണീയമായ വാഗമൺ പ്രദേശത്തെ കുന്നുകൾ അപ്പാടെ ഇടിച്ചു നിരത്തിയാണ് കഴിഞ്ഞ 5 വർഷമായി റിസോർട്ട് മാഫിയകൾ കെട്ടിട സമുച്ചയങ്ങൾ കെട്ടിയുയർത്തുന്നത്. പഞ്ചായത്തിന്റെയോ റവന്യൂ വകുപ്പിന്റെയോ അനുമതിയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർബാധം അരങ്ങേറുന്നത്. പരിസ്ഥിതിയെ അപ്പാടെ തകർക്കുന്ന നിർമ്മാണ രീതിയാണ് റിസോർട്ട് മാഫിയ സ്വീകരിക്കുന്നത്. വലിയ കുന്നുകൾ തട്ടുകളായി ഇടിച്ചു നിരത്തിയും കുന്നിൻ മുകളിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. നിർമ്മാണം നടത്തുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വിഷയത്തിലും വ്യക്തതയില്ല. പ്രദേശത്തെ സ്ഥലങ്ങൾ സംബന്ധിച്ച ആധികാരിക രേഖകൾ വില്ലേജ് ഓഫീസിൽ ഇല്ലാത്തതും റിസോർട്ട് മാഫിയകൾക്ക് അനുകൂലമാണ്. കോട്ടയം, എറണാകുളം പ്രദേശത്തുള്ളവരുടെ നേതൃത്വത്തിലാണ് മേഖലയിലെ ഭൂരിഭാഗം റിസോർട്ടുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അശാസ്ത്രീയവും മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള പ്രവർത്തനം നടന്നിട്ടും അധികാരികൾ ഇത് തടയാൻ ശ്രമിക്കുന്നില്ല. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും ഭൂമി സർക്കാരിന്റേതാണോ എന്ന് പരിശോധിക്കാൻ പോലും റവന്യൂ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. വാഗമണിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനത്തിന്റെ നേർക്കാഴ്ചയാണ് എന്റെ പുറകിലുള്ള ഈ നിർമ്മാണ പ്രവർത്തനം. വാഗമണിലെ പല കുന്നുകളും ഇത്തരത്തിൽ വലിയ മാഫിയകൾ ഇടിച്ചു നിരത്തി കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയേണ്ട റവന്യൂ വകുപ്പും മറ്റ് സർക്കാർ അധികാരികളും ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച മട്ടാണ്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ലെസ്ലി ജോൺ, ഇടുക്കി. വെടിമരുന്ന് ഉപയോഗിച്ചുള്ള പാറ പൊട്ടിക്കലിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണ്ണൂത്തി വടക്കുംചേരി ദേശീയപാതയിലെ തുരങ്ക നിർമ്മാണത്തിന് വേഗം കുറയുന്നു. നിശ്ചയിച്ച കാലാവധിക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് കരാർ കമ്പനി. നഷ്ടം നികത്താനെന്ന വാദത്തിൽ കരാർ തുക ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി. തുരങ്ക നിർമ്മാണത്തിനിടെയുള്ള വെടിമരുന്ന് ഉപയോഗം പ്രദേശത്തെ വീടുകൾക്കും താമസക്കാർക്കും ഭീഷണി ഉയർത്തുന്നു എന്ന പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ പാറ തുരക്കലിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാത്രി 9 മുതൽ പുലർച്ചെ 6 വരെ വെടിമരുന്ന് ഉപയോഗിച്ചുള്ള പാറ പൊട്ടിക്കലാണ് നിരോധിച്ചത്. രാത്രിയും പകലും ഓരോ തവണ വീതം നടത്തിയിരുന്ന സ്ഫോടനം ഇതോടെ ദിവസത്തിൽ 1 ചുരുക്കി. പ്രതിദിനം 7 മീറ്റർ പാറ തുരന്നിരുന്നത് 3 മീറ്റർ മാത്രമായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കരാർ കമ്പനിയായ പ്രഗതി കൺസ്ട്രക്ഷൻസ് രംഗത്തെത്തിയത്. 2017 മാർച്ചിൽ തുരങ്കം ഗതാഗതത്തിനായി തുറക്കാമെന്ന കരാർ വ്യവസ്ഥയിൽ ഇളവ് നേടാനായാണ് നീക്കം. നിർമ്മാണം നീണ്ടുപോകുന്നതോടെ കമ്പനിക്ക് നഷ്ടമുണ്ടാകുന്നു എന്ന വാദത്തിൽ കരാർ തുക ഉയർത്താനും ശ്രമമുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയപാത അതോറിറ്റിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രഗതി കൺസ്ട്രക്ഷൻസ്. നിലവിൽ ആദ്യ ഭാഗത്തെ 1ാം തുരങ്കത്തിന്റെ നിർമ്മാണം 360 മീറ്ററും 2ാം തുരങ്കത്തിന്റേത് 175 മീറ്ററും പിന്നിട്ടു. എതിർദിശയിലെ പാറ പൊട്ടിക്കൽ ആരംഭിച്ചപ്പോഴാണ് പ്രക്ഷോഭത്തെ തുടർന്ന് നിർമ്മാണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 3 തവണ പ്രശ്നപരിഹാരത്തിനായി വിളിച്ചു ചേർത്ത യോഗങ്ങളിലെ നിർദ്ദേശങ്ങൾ കമ്പനി ലംഘിച്ചതോടെയാണ് ജില്ലാ കളക്ടർ രാത്രികാലത്തെ വെടിമരുന്നുപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിലെ റെയിൽവേ യാത്രക്കാരുടെ സൌകര്യങ്ങൾക്കായി 40 കോടി അനുവദിക്കുമെന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭാകർ പ്രഭു. എറണാകുളം ടെർമിനലിനെ PPP മോഡലായി ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു.
സംസ്ഥാനത്ത് റെയിൽവേക്കായി അനുവദിച്ച 6 പദ്ധതികളുടെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് തൃശൂർ സ്റ്റേഷനുകളെ സമ്പൂർണ്ണ വൈഫൈ സ്റ്റേഷനാക്കുക, കോഴിക്കോട് പുതിയ റെയിൽവേ നടപ്പാലം തുടങ്ങി 6ഓളം പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പരിസ്ഥിതി സൗഹൃദ ഗതാഗതം എന്ന സന്ദേശ പ്രചാരണത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ കാർ വിമുക്ത ദിനം ആചരിച്ചു. ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെ പനമ്പള്ളി നഗറിലാണ് വാഹന ഗതാഗതം നിരോധിച്ച് കാർ വിമുക്ത ദിനം ആചരിച്ചത്. ഇതോടനുബന്ധിച്ച് റോഡിൽ ചിത്രരചന, സൈക്കിൾ റാലി, തെരുവ് നാടകം, ഫ്ളാഷ് മോബ് തുടങ്ങി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. മോട്ടോർ വാഹന ഉപയോഗം കുറയ്ക്കുക, പൊതുഗതാഗത സംവിധാനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് കൊച്ചിയിൽ കാർ വിമുക്ത ദിനം ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2 മുതൽ 4 മണിക്കൂർ നേരം പനമ്പള്ളി നഗർ റോഡിൽ വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. തുടർന്നാണ് വിവിധ കലാകായിക പരിപാടികൾ അവതരിപ്പിക്കപ്പെട്ടത്. കാർ വിമുക്ത ദിനാചരണം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാനാണ് തീരുമാനമെന്ന് സംഘാടകരിൽ ഒരാളായ ഇസാഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് തോമസ് പറഞ്ഞു. നിരത്ത് എൻ്റേതും കൂടെ എന്നുള്ളതായിട്ടുള്ള ഒരു അവകാശ ബോധം വളർത്തുന്ന ഭാഗമായിട്ടും കൂടിയാണ് ഇവിടെ നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊച്ചി നഗരസഭ, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, ഇസാഫ്, രാജഗിരി കോളേജ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചി സിറ്റി പോലീസ് എന്നിവർ ചേർന്നാണ് കാർ വിമുക്ത ദിനം ആചരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രാചീന സുഗന്ധവ്യഞ്ജന പാതയുടെ ഓർമ്മകൾ പുതുക്കി കടൽ കടന്ന ഭക്ഷ്യവിഭവങ്ങൾ കൊച്ചിയിലെത്തി. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സ്പൈസ് റൂട്ട് പാചകമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച രാജ്യാന്തര പാചക മത്സരത്തിൽ 15 വിദേശ രാജ്യങ്ങളാണ് മാറ്റുരച്ചത്. 3000 വർഷം പഴക്കമുള്ള സുഗന്ധവ്യഞ്ജന പാതയുടെയും വ്യാപാരത്തിന്റെയും സാധ്യതകൾ ടൂറിസത്തിനായി ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് കേരള ടൂറിസം വകുപ്പ്. കേരളത്തെ ലോകഭൂപടത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടായി അടയാളപ്പെടുത്തിയത് 3000 വർഷത്തിലധികം പഴക്കമുള്ള സുഗന്ധവ്യഞ്ജന പാത തന്നെയായിരുന്നു. ആ ഓർമ്മകളെ തിരിച്ചുപിടിക്കുക മാത്രമല്ല കേരള ടൂറിസം ചെയ്യുന്നത്. സ്പൈസ് റൂട്ടിൽ അംഗങ്ങളായ 31 രാജ്യങ്ങളുമായി കേരള ടൂറിസം അടുത്ത ബന്ധം സ്ഥാപിച്ച് അത് ടൂറിസത്തിനായി ഉപയോഗിക്കാനൊരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് കൊച്ചിയിൽ സംഘടിപ്പിച്ച സ്പൈസ് റൂട്ട് ഭക്ഷ്യമേളയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കേരള ടൂറിസം ഡയറക്ടർ UV ജോസ് IAS. മുസിരീസ് എന്നത് നമ്മുടെ സ്പൈസ് ട്രേഡിൻ്റെ ഏറ്റവും വലിയ ഹബ്ബായിട്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പ്രവർത്തിച്ചെങ്കിൽ ആ ഒരു ഹബ്ബിനെ നമ്മൾ ടൂറിസത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഞായറാഴ്ച നടന്ന രാജ്യാന്തര പാചകമേളയിൽ ഈജിപ്ത്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഖത്തർ, ഒമാൻ, തുർക്കി തുടങ്ങി 15 രാജ്യങ്ങളിൽ നിന്നായി 17 ടീമുകൾ തങ്ങളുടെ രുചിക്കൂട്ടുകൾ കേരളത്തിനായി പരിചയപ്പെടുത്തി. പ്രമുഖ ഷെഫുമാരായ വിജയ് നാഗ്പാൽ, ദബ്രാജ് ഭൗമിക്, മോണ്ടു സൈനി എന്നിവർ വിരുന്നു വന്ന രുചികളെ വിലയിരുത്തി. കേരളത്തിലെ പ്രൊഫഷണൽ ഷെഫുമാർക്കും വീട്ടമ്മമാർക്കുമൊക്കെയായി തിങ്കളാഴ്ച മറ്റൊരു പാചക മത്സരവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച നടക്കുന്ന സമാപന യോഗത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രി AC മൊയ്തീൻ വിജയികൾക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യും. അലക്സ്, റാം മുഹമ്മദ്, കൊച്ചി. ആറളം ഫാമിലെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനായി CPIM-ഉം സാംസ്കാരിക സംഘടനകളും ആരംഭിച്ച ഉണർവ് പദ്ധതി പുത്തൻ ഉണർവാവുകയാണ്. 5 കേന്ദ്രങ്ങളിലായി ആരംഭിച്ച പദ്ധതിയിൽ കുട്ടികളുടെ വൻ പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. ആറളം ആദിവാസി ഫാമിലെ കുട്ടികളുടെ സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെ തുടി സാംസ്കാരിക വേദിയും അധ്യാപക സംഘടനകളും CPIM-ഉം സാംസ്കാരിക സംഘടനകളും ആരംഭിച്ച ഉണർവ് പദ്ധതി ആറളത്തെ ആദിവാസി വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ പുത്തൻ ഉണർവാവുകയാണ്. സംഘടനകൾ നേരത്തെ നടത്തിയ കണക്കെടുപ്പിൽ വീട്ടിലെ അന്തരീക്ഷവും അധ്യാപകരുടെ ശ്രദ്ധക്കുറവും തുടങ്ങിയ വിവിധ സാഹചര്യങ്ങളാൽ 100-ലധികം കുട്ടികൾ സ്കൂളിലെത്തുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പഠനം പാൽപായസമാക്കാൻ ആരംഭിച്ച ട്യൂഷൻ ക്ലാസുകളിൽ 250-ലധികം വിദ്യാർത്ഥികളാണ് എത്തുന്നത്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നൊക്കെ പട്ടയം ലഭിച്ചിട്ട് ആളുകളോടൊന്ന് താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ ഇതിനകം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതുവരെ സ്കൂളിൽ പോവാത്ത കുട്ടികളും ഈ ഫാമിലെ വിവിധ കുടുംബങ്ങളിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ മുൻകൈയെടുത്താണ് ഉണർവ് പദ്ധതി ആവിഷ്കരിച്ച് ട്യൂഷൻ സംവിധാനം ഏർപ്പെടുത്തിയത്. കുട്ടികളിൽ പഠന താൽപര്യം വർദ്ധിപ്പിക്കാൻ കഥ പറഞ്ഞും പാട്ടുപാടിയും പഠനത്തിൽ ഉത്സാഹം പകർന്ന് സർവീസിലുള്ളവരും വിരമിച്ചവരുമായ അധ്യാപകരും അഭ്യസ്ത വിദ്യരും ഡയറ്റ് വിദഗ്ധരും ക്ലാസുകൾ എടുക്കാൻ എത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. ഇനി സ്കൂളിലെത്താത്ത ഒരു കുട്ടിയും ഫാമിലുണ്ടാവരുതെന്ന ദൗത്യമാണ് ഉണർവിന്റെ ലക്ഷ്യം. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വയനാട്ടിൽ ആദിവാസി കോളനികളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായുള്ള 20 കോടി രൂപയുടെ പദ്ധതികളിൽ വൻ വെട്ടിപ്പ്. ATSP, ഹാംലെറ്റ് പദ്ധതികളിലാണ് അഴിമതി. ശോച്യാവസ്ഥയിലുള്ള കോളനികളുടെ മുറ്റം ടൈലിട്ട് ലക്ഷങ്ങൾ വെടിച്ച സംഭവത്തിന് സമാനമായ രീതിയിലാണ് ഹാംലെറ്റ് പദ്ധതികളിലും അഴിമതി നടന്നത്.
2011 മുതൽ 2015 വരെയുള്ള കാലയളവിലാണ് ഇത്തരം പദ്ധതികളിൽ അഴിമതി നടന്നിരിക്കുന്നത്. ആദിവാസി മേഖലകളിലെ തലതിരിഞ്ഞ വികസനവും അഴിമതിയും വീണ്ടും പുറത്തുവരികയാണ്. സമഗ്ര കോളനി വികസന പദ്ധതി പ്രകാരം നടപ്പാക്കിയ ഈ വികസന മാതൃക കാണുക. വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ ഓരുമൽ കോളനിയാണിത്. ഇതിനു പിന്നാലെയാണ് 2012-2013 വർഷങ്ങളിൽ പട്ടികവർഗ ക്ഷേമ വകുപ്പ് നേരിട്ട് നടപ്പാക്കിയ ഹാംലെറ്റ് പദ്ധതിയിലെ അഴിമതിയും പുറത്തുവരുന്നത്. 9 കോടി രൂപ ചെലവഴിച്ച് 9 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കിയത്. കരിങ്കുനി, അത്തിക്കുനി, നാടുകാണിക്കൊല്ലി, ആലക്കണ്ടി, കാവുമുട്ടിൽ, പാലുകാപ്പ്, പാലൂക്കര എന്നീ കോളനികളിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവൃത്തികളിലെ മാതൃകയാണ് ഈ കാണുന്നത്. കുടിവെള്ളമോ റോഡോ വൈദ്യുതിയോ കക്കൂസോ ഇല്ലാത്ത കോളനികളാണ് സമീപത്ത്. 50ഓളം കുടുംബങ്ങളുമുണ്ട്. 1 കിലോമീറ്റർ റോഡ് ഇവിടെ ടൈൽ പാകിയിരിക്കുന്നു. അതും മുൻ പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ബന്ധുവീട്ടിലേക്ക്. ചെലവ് 1 കോടി രൂപ. ഒരുപാട് ഈ വാർഡിൽ തന്നെ ഒരുപാട് ആദിവാസികൾ വീടില്ലാതെയും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നു. മരിച്ചു വീഴുന്ന അവസ്ഥ, വെള്ളം കയറിയിട്ട് അവരെ മാറ്റിപ്പാർപ്പിക്കാൻ ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. അതൊന്നും ചെയ്യാതെ ഇത് കുറച്ച് ആളുകളെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ഫണ്ട് ഇവിടെ വിനിയോഗിച്ചതെന്നാണ്. ഇത്തരത്തിൽ 7 കോളനികളിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളും സമാനമായ ഇത്തരം ചെറു പ്രവൃത്തികളിലാണ് അവസാനിച്ചത്. കോട്ടത്തറ പഞ്ചായത്തിൽ കല്ലുമട്ടംകുന്ന് കോളനിയിൽ 1 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചത് ഒരു കമ്മ്യൂണിറ്റി ഹാൾ. കേരള ഇറിഗേഷൻ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതി ഏറ്റെടുത്തത്. ഇവർ സബ് കോൺട്രാക്റ്റും നൽകി. 2011 മുതൽ 2015 വരെ നടപ്പാക്കിയ ഹാംലെറ്റ് ATSP പദ്ധതികളിൽ 20 കോടി രൂപ ചെലവിട്ടുവെന്നാണ് കണക്ക്. എന്നാൽ പദ്ധതി നടപ്പാക്കിയ കോളനികളിലെ കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടാതെയാണ് ഇതെല്ലാം അവസാനിച്ചത്. അനൂപ് കയാർ, വയനാട്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ കാസർകോട്ടെ ബെൽ ഇലക്ട്രിക്കൽ മിഷൻസ് ലിമിറ്റഡ് കേന്ദ്ര സർക്കാർ കൈയൊഴിയുന്നു. ഇത് സംബന്ധിച്ച അറിയിപ്പ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിച്ചു. കേരള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിനെ കേന്ദ്ര നവരത്ന കമ്പനിയായ ബെല്ലിൽ ലയിപ്പിച്ചാണ് സംയുക്ത സംരംഭം തുടങ്ങിയത്. കാസർഗോഡ് ജില്ലയുടെയും സംസ്ഥാനത്തിന്റെയും വ്യവസായ പുരോഗതിക്ക് കനത്ത ആഘാതമേൽപ്പിക്കുന്നതാണ് ബെൽ ഇലക്ട്രിക്കൽസ് മിഷൻസ് ലിമിറ്റഡിൽ നിന്നും പിന്മാറാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. 2011 അന്നത്തെ LDF സർക്കാർ മുൻകൈയെടുത്താണ് കെൽ കാസർഗോഡ് യൂണിറ്റ് ബെല്ലിൽ ലയിപ്പിച്ചത്. 51% ഓഹരി കേന്ദ്ര സർക്കാരിനും 49% സംസ്ഥാനത്തിനുമാണ് ധാരണപ്രകാരം അനുവദിച്ചത്. ഡയറക്ടർ ബോർഡിൽ 4 അംഗങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റേതാണ്. ഒരാൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ പ്രതിനിധി. മാനേജിംഗ് ഡയറക്ടറും കേന്ദ്ര സർക്കാർ നോമിനിയാണ്. ലയനം നടന്ന് 5 വർഷം പിന്നിട്ടെങ്കിലും യാതൊരു പുരോഗതിയും ഈ കാലയളവിൽ ഉണ്ടായില്ല. ഇതിനിടയിലാണ് ബെൽ സംയുക്ത സംരംഭ കരാറിൽ നിന്നും പിന്മാറാൻ താൽപ്പര്യമറിയിച്ച് കഴിഞ്ഞ മാസം സംസ്ഥാന സർക്കാരിന് കേന്ദ്ര വ്യവസായ മന്ത്രി കത്തെഴുതിയത്. മുൻ UDF സർക്കാരിന്റെ കാലത്ത് കാര്യമായ ഇടപെടലുകൾ ഇല്ലാതിരുന്നത് ഇങ്ങനെയൊരു സ്ഥിതി സംജാതമാകാൻ കാരണമായിട്ടുണ്ട്. P. കരുണാകരൻ MP നിരവധി തവണ കമ്പനിയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് കേന്ദ്രത്തിൽ ഇടപെടൽ നടത്തിയെങ്കിലും കാര്യമായ പ്രതികരണമുണ്ടായില്ല. കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ ഉറച്ചുനിന്നാൽ കമ്പനിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും. സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചൂടായ മീൻകറിയിൽ നിന്നും ആവി പറന്നത് അത്ഭുതവും ആശങ്കയും സൃഷ്ടിച്ചു. എറണാകുളം മൂവാറ്റുപുഴയിലാണ് സംഭവം. പച്ചമീൻ കേടാകാതിരിക്കാൻ ചേർത്ത രാസവസ്തുക്കളാണ് ഈ അത്ഭുത പ്രതിഭാസത്തിന് കാരണമെന്നാണ് നിഗമനം. ചൂടോടെ പ്രാതലിന് കഴിച്ച മീൻകറി അതേ ചൂടോടെ തന്നെ അത്താഴത്തിന് വിളമ്പാനായാലോ? പായിപ്ര കൊച്ചുപറമ്പിൽ സലീമിന്റെ അടുക്കളയിൽ നിന്നാണ് ഈ അത്ഭുത കാഴ്ച. രാവിലെ വാങ്ങിയ മീൻ പാചകം ചെയ്ത് പ്രാതലിന് കഴിച്ചു. അത്താഴത്തിന് അതേ കറി ചൂടാക്കാതെ തന്നെ വിളമ്പി. രാവിലെ പാചകം ചെയ്ത ചാളക്കറിയിൽ രാത്രിയായപ്പോഴും ആവി പറക്കുന്നു. ഈ അത്ഭുത കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇന്നലെ രാവിലെ 10 മണിക്ക് വെച്ച കറിയിൽ നിന്നും തണുത്തിരിക്കുന്ന കറിയിൽ നിന്നും ഇപ്പോഴും അമിതമായ രീതിയിൽ പുക പുറത്തേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കളിൽ മായം അതിനകത്ത് കലർന്നിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. പച്ചമീൻ കേടാകാതിരിക്കാൻ ചേർത്ത ഏതോ രാസവസ്തുവിന്റെ പ്രതിപ്രവർത്തനമാണിതെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്നതാണ് ഈ രാസവസ്തു എന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതായാലും ആശങ്ക ഉയർത്തുന്നതാണ് ഈ കാഴ്ച എന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ടൈറ്റാനിയം കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി അന്വേഷണ സംഘം വിജിലൻസ് കോടതിയെ അറിയിച്ചു. കേസിൽ തെളിവുകൾ ശേഖരിക്കാൻ 2 മാസത്തെ സാവകാശം വേണമെന്ന വിജിലൻസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു വിജിലൻസ് മുൻ മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടക്കുന്നു എന്ന കാര്യം കോടതിയെ അറിയിച്ചത്. ടൈറ്റാനിയം കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ചന്ദ്രശേഖരൻ അറിയിച്ചു. കേസന്വേഷണത്തിനായി 2 മാസം അനുവദിക്കണമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ആവശ്യം കോടതി അനുവദിച്ചു.
ടൈറ്റാനിയം കേസിലെ ഹർജിക്കാരനായ ജയന്റെ പരാതിയിന്മേലാണ് വിജിലൻസ് അന്വേഷണ പുരോഗതി അറിയിച്ചത്. ടൈറ്റാനിയം കമ്പനിയിൽ മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനായി മെക്കോണുമായി ഏർപ്പെട്ട കരാറിൽ 165 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ടൈറ്റാനിയം ഈ കരാറിൽ ഏർപ്പെട്ടതോടെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ക്യാബിനറ്റോ പബ്ലിക് എന്റർപ്രൈസസ് ബോർഡോ ചേരും മുമ്പ് തന്നെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പ്ലാന്റിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ത്യാഗരാജൻ കമ്മിറ്റിക്ക് കത്തയച്ചു. ന്യൂട്രലൈസേഷൻ പ്ലാന്റ് മാത്രം സ്ഥാപിച്ചാൽ മതിയെന്നിരിക്കെ ഉയർന്ന തുകയ്ക്ക് മലിനീകരണ നിയന്ത്രണ ഉപകരണങ്ങൾ വാങ്ങിയത് വഴി കമ്പനിക്ക് കോടികളുടെ നഷ്ടമുണ്ടായതായിട്ടാണ് ആരോപണം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല, വ്യാവസായിക സെക്രട്ടറിയായിരുന്ന T ബാലകൃഷ്ണൻ, ടൈറ്റാനിയം MD ഈപ്പൻ, മെക്കോൺ ജനറൽ മാനേജർ ഭാസ്കരൻ, ഗിൻഡക്സ് രാജീവൻ, വ്യാവസായിക മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് എന്നിവരാണ് കേസിലെ ആരോപണ വിധേയർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിനെതിരെയുള്ള സമരം രക്തരൂക്ഷിതമായിരുന്നുവെന്ന് വരുത്തി തീർക്കാൻ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം. സംസ്ഥാന സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ മാർച്ചിലാണ് പോലീസിന്റെ മർദ്ദനമേറ്റെന്ന് പ്രചരിപ്പിക്കാനായി ശരീരത്തിലും വസ്ത്രത്തിലും ചുവന്ന ചായം പൂശി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിനെത്തിയത്. ഇത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ. ഇവർ എത്തിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിന്. ഈ യൂത്തന്മാരുടെ വസ്ത്രങ്ങളിൽ കാണുന്നത് മർദ്ദനമേറ്റ് മുറിഞ്ഞതിന്റെ രക്തപ്പാടുകളാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. സമരത്തിന് വന്നവർ സമരം കൊഴിപ്പിക്കാൻ ചുവന്ന ചായവുമായാണ് എത്തിയത്. സ്വന്തം വസ്ത്രങ്ങളിൽ പോലീസ് ലാത്തിചാർജ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചായം പുരട്ടി. രക്തം ചൊരിയുന്നതിന്റെ ഫീലിംഗ് ഉണ്ടാക്കി യൂത്തന്മാർ സമരരംഗത്ത് ആക്രോശിച്ചു. ചായം പുരട്ടി നടത്തിയ സമരത്തിന്റെ കള്ളി വെളിച്ചത്തായതോടെ KSU യൂത്ത് കോൺഗ്രസുകാർ ഒരിക്കൽ കൂടി തങ്ങളുടെ ഇത്തരത്തിലുള്ള കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. പോലീസിനെ കണ്ടപാടെ ഓടി ഒളിച്ചവരാണ് അരങ്ങു തകർത്ത ഈ ബിരുദന്മാർ എന്നതും പറയാതെ വയ്യ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാരുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. സ്വാശ്രയ കരാറിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ കഴിയില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. സമരം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അതേസമയം സ്വാശ്രയ പ്രശ്നത്തിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്തിയ മാർച്ചിൽ പലയിടത്തും അക്രമം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ KSU പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ സ്വാശ്രയ പ്രവേശനത്തിൽ നീറ്റ് അട്ടിമറിക്കാൻ മാനേജ്മെന്റുകളെ അനുവദിക്കില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സർക്കാർ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്നാണ് പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിച്ചത്. 14ാം നിയമസഭയുടെ 2ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം സ്വാശ്രയ പ്രവേശന വിഷയം സഭയെ പ്രക്ഷുബ്ധമാക്കി. എന്നാൽ സ്വാശ്രയ പ്രവേശനത്തിൽ നീറ്റ് അട്ടിമറിക്കാൻ മാനേജ്മെന്റുകളെ അനുവദിക്കില്ലെന്നും അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസ്താവന നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സർക്കാർ ചർച്ച നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നീറ്റ് മെറിറ്റ് അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും നടപടി ഏതെങ്കിലും കോളേജുകളുടെയോ മാനേജ്മെന്റുകളുടെയോ ഭാഗത്തുനിന്നുണ്ടായാൽ കർക്കശമായി തന്നെ നമുക്കതിനെ നേരിടാനാവും. സർക്കാർ ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ സമരവും നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സർക്കാരിന് യാതൊരു വൈമനസ്യവുമില്ല. തുടർന്നാണ് സഭാ നടപടികളുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. നേരത്തെ അടിയന്തര പ്രമേയമായി വിഷയം സഭയിൽ അവതരിപ്പിച്ച പ്രതിപക്ഷം കേരളം കണ്ട ഏറ്റവും വലിയ തീവട്ടിക്കൊള്ളയാണ് കരാറെന്ന് ആരോപിച്ചു. തലവരിപ്പണം സർക്കാർ നിയമവിധേയമാക്കുന്നതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയൊരു കൊള്ളയ്ക്ക് നിങ്ങൾ കൂട്ടുനിൽക്കുകയാണ്. നിങ്ങൾ തലവരിപ്പണത്തെ ലീഗലൈസ് ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായ കേരളത്തിൽ. സാർ, ഈ രംഗത്ത് ഇവരുണ്ടാക്കിയ കരാറ് അധാർമികമാണ്. കഴിഞ്ഞ 5 വർഷം UDF സർക്കാർ വർദ്ധിപ്പിച്ച ഫീസിനേക്കാളും കൂടുതലാണ് LDF സർക്കാർ ഇപ്പോൾ വരുത്തിയ വർധനവെന്ന് വിഷയം അവതരിപ്പിച്ച മുൻ മന്ത്രി VS ശിവകുമാർ ആരോപിച്ചു. എന്നാൽ ഇത്തവണത്തെ കരാർ മുഖേന മെറിറ്റ് സീറ്റിൽ വൻ വർധനവാണുണ്ടായിട്ടുള്ളതെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ മറുപടി നൽകി. മെറിറ്റ് സീറ്റിന്റെ എണ്ണം വളരെയേറെ വർദ്ധിച്ചു. BPL കാറ്റഗറിയിൽപ്പെട്ട മെറിറ്റ് സീറ്റിന്റെ എണ്ണം 120 എണ്ണം ഇത്തവണ വർദ്ധിച്ചു സർ. അതുപോലെ മൊത്തം മെറിറ്റ് സീറ്റ് നേരത്തെ
750 ആയിരുന്നത് 1150 ഇത്തവണ വർദ്ധിച്ചു സർ. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ സ്വാശ്രയ കരാർ പൊളിച്ചെഴുതണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് താൽക്കാലികമായി സഭ നിർത്തിവെച്ച് കക്ഷി നേതാക്കളുമായി സ്പീക്കർ ചർച്ച നടത്തി. ശേഷം സഭ പുനരാരംഭിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രസ്താവന നടത്തിയത്. നിയമസഭയിൽ നിന്നും എസ് ഷീജ. ഫിനാൻസും അക്കൌണ്ട്സും എന്ന വിഷയത്തിൽ ആൽബർട്ട് ഐൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അഖില കേരള അടിസ്ഥാനത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വിജയികൾക്ക് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഗോശ്രീ ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ PG ജയകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു.